നീ എന്തിനാ അതൊക്കെ നോക്കണേ? ചൂടാവല്ലേ കരളെ, ആ വളവ് തൊട്ടേ ഞാൻ നിന്റെ പുറകെ വരുന്നതാ. പിന്നെ ഭാവി വരനെ നീ എന്നൊന്നും വിളിക്കരുത്. അയ്യടാ ഭാവി വരൻ. അയ്യോ, പത്രം വേണ്ടേ? ഇതൊന്ന് മനസ്സിരുത്തി വായിക്കണേ. 26-കാരൻ 14-കാരിയെ തട്ടിക്കൊണ്ടുപോയ ചൂടുള്ള കുളിരുള്ള വാർത്ത. ഇതൊന്ന് വായിക്കണം. പത്രം വീട്ടിൽ കൊടുത്താ മതി. അവിടേക്ക് വന്ന നിന്റെ അമ്മാവിന്റെ ദുർമുഖം കാണണല്ലോ എന്ന് ഓർത്തിട്ടാ. വാഷളൻ. അപ്പോ അമ്മാവന് പേടിയുണ്ട്. എനിക്ക് ആ നക്കി വേറെ ആര് പേടിക്കാൻ? പെണ്ണ് കെട്ടാതെ മൂത്ത് നരച്ച് മറ്റുള്ളവർക്ക് പാരയായിട്ട് നടക്കല്ലേ നാറി. അവന്റെ അടിമത്തത്തിൽ നിന്നും ഉണ്ണിമായെ രക്ഷിക്കാനാ ഈ പത്രക്കെട്ട് ഞാൻ ദിവസം ചുമക്കുന്നത്. പത്രക്കാരൻ ആ പണി ചെയ്താ മതി. എന്നെ നന്നാക്കാൻ വരണ്ട. കാശ് വാങ്ങാൻ വീട്ടിൽ വാ. ഞാൻ ഇതെല്ലാം അമ്മാവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉണ്ണിമായെ, അനശ്വരമായ പ്രണയം അലമ്പാക്കരുത്. ഇന്ന പത്രം വായിച്ചു നോക്ക്. ഇത് എവിടെയാ വാർത്ത? ഉൾപേജിൽ അടയാളിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരു ഉമ്മ തരൂ. വൃത്തിയായിട്ടവനെ, ഞാനിത് അമ്മാവനോട് പറഞ്ഞു കൊടുക്കും. മതി. അമ്മാവനോടും അമ്മയോടും മുത്തശ്ശിയോടും വേണമെങ്കിൽ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് തന്നാ മതി. പോടാ. എന്റെ അമ്മേ, ദൈവമേ, പീഡിപ്പിച്ചു അങ്ങനെ ചെന്ന് പറയൂ എന്റെ ഉണ്ണിമാങ്ങ. കണ്ണിച്ചോരയില്ലാത്ത ചെറ്റയാ വാരര്. പത്രപ്രവർത്തനത്തിന്റെ റൂട്ട് മാറ്റേണ്ടി വന്നാലും ആ വാരരുടെ കൈകൊണ്ട് രക്തസാക്ഷി ഏണ്ടി വന്നാലും ഉണ്ണിമായെ നിന്നെ ഞാൻ വളയ്ക്കും. ഉണ്ണിമായെ, നിന്നുള്ളത്തെ അള്ളിത്താ. ഉണ്ണിക്കെന്ത് പറ്റി? ഉണ്ണിമായുടെ പാവാടയിലും മറ്റും പലയിടത്തും വീണ് മുറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഇത് അതന്നെ തോന്നണേ. ആവൂ, ഈശ്വരാധീനം. ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിയെ കടാശിച്ചല്ലോ. പാർവതിയെ, ഇവളെവിടെ പോയി കിടക്കുക? ഒന്നിങ്ങോട്ട് വരണ്ടോ നീയേ? സാരമില്ല കേട്ടോ. തലയും മുലയും വളർന്ന പെൺകുട്ടിയാ നീയെ. ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കുകയാണോ? അമ്മേ, എന്തമ്മേ? ആവൂ, ഇപ്പോഴെങ്കിലും എഴുന്നള്ളിയല്ലോ. ഞാൻ അടുക്കളയിലായിരുന്നു. ഏട്ടൻ വരുമ്പോഴേക്കും സദ്യവട്ടങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ അതിന് വേറെ കേൾക്കേണ്ടി വരില്ല. ഞാൻ സഹായിക്കാൻ ഒരുത്തിയുള്ളതാണെങ്കിൽ കരയിലും കാവിലും കളിച്ചു മതിച്ച് നടക്കല്ലേ. കുഞ്ഞു കുട്ടിയാണോ വിചാരം? അറിഞ്ഞോ സംഗതി? ഉണ്ണിമായുടെ കുട്ടിപ്രായമൊക്കെ വിട്ടിരിക്കണു. നേരെ അമ്മ പറഞ്ഞേ. അല്ലാതെ പിന്നെ കളി പറയാ. നീ കുട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി എണ്ണ പൊത്താനും കുഴമ്പ് തയ്ക്കാനും ഒക്കെ നോക്ക്. ഞാൻ തറ്റിനുള്ള കൂടി അറിയുന്ന എടുത്തോണ്ട് വരാം. ചെല്ല്. വാ മോളെ. അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക.
പാർവതി മുതുകില് നല്ലോണം എണ്ണ തേച്ച് പിടിപ്പിച്ചോളൂ. പാർവതി ഇവിടെ വരിക. വെയില് മൂക്കണേന് മുമ്പ് ഇനി ഒരാഴ്ച കാച്ചി തന്നെ കുളിപ്പിച്ചോളൂ. നാൽപ്പാമരവും പ്ലാവിന്റെ ഇലയിട്ട് നല്ലോണം തിളപ്പിച്ച് കുളിപ്പിക്കണം. ശരി. അങ്ങോട്ട് ഒഴിക്കുക. ഇങ്ങോട്ട് കറി. മുത്തശ്ശി നല്ലോണം കുളിപ്പിക്കാട്ടോ. എനിക്കാണ് അവിടെ കൊണ്ടുവന്നത്. കൂട്ട് വാരി തമ്പരാന് വെച്ചു കൊടുക്കടി. ഇതുകൊണ്ടൊന്നും തമ്പുരാനും മതിയാവില്ല. ഞാൻ പോയൊരു കുപ്പി കൂടി വാങ്ങിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് വരുന്നവരെ ഇദ്ദേഹത്തിന് ഒരു കുറവും വരുത്തരുത്. പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഞാൻ ഗ്ലാസും കുപ്പിയും അകത്തേക്ക് എടുക്കാം. ഇങ്ങോട്ട് കയറി വന്നാട്ടെ. വരൂന്നേ.